അപ്പോൾ സാലഡിൻ്റെ റെസിപ്പി ആയാലാ ശരിക്കും ഉണ്ടല്ലോ ഞാൻ ഇന്നാൾ പറഞ്ഞ മാതിരി ചിക്കൻ പ്രോട്ടീൻ ആയത് നന്നായി. അത് കാരണം സാലഡിലൊക്കെ ചിക്കൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പാനിലോട്ട് ഒരു കാശ്മീരി ചില്ലി, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 അല്ലി വെളുത്തുള്ളി കൊണ്ട് ചേർത്തിട്ടേ നന്നായിട്ട് നമ്മൾ വറുത്തിട്ട് അത് മാറ്റി വയ്ക്കണം. ഇനി അതേ പാനിലോട്ട് തന്നെ ഒരു അരക്കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാമോളം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കരയാമ്പുണ്ടല്ലോ അതൊരു 3 ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ചിക്കനൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് ഈ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ല അതവിടെ ഇരുന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ടേ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുളകിൻ്റെ കൂട്ടൊക്കെ ഇല്ലേ, അത് നന്നായിട്ടാണ് ചതച്ചെടുക്കണം. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അതങ്ങോട്ട് ചതച്ചെടുക്കാനായിട്ട്. ഇനി ഈ ചിക്കൻ്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ പീസായിട്ട് അങ്ങോട്ട് പിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കനം കുറച്ച് നീളത്തിലായിരുന്നു കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ ആ ഒരു ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ടേ നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടല്ലോ പിന്നെ ഒരു നേരിയ എരിവുള്ളൂ കേട്ടോ. നല്ല എരിവാണെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് കൂട്ടിയെടുത്തോളൂ. ഇനി ഇതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാലുണ്ടല്ലോ അതിന് തന്നെ കുറച്ച് കുക്കുംബറും അതിൻ്റെ മേലെ കുറച്ച് തക്കാളിയും പിന്നെ മല്ലിയിലും ഉപ്പും കൂടെ ചേർത്ത് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ടാ. പിന്നെ ഉണ്ടല്ലോ ഡെക്കറേഷൻ ചെയ്യുന്ന കാര്യത്തിലേ നമ്മൾ പണ്ടേ പുലിയല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് സവാളയൊക്കെ ഇട്ട് ഒന്ന് മോടി പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് സംഭവം? കാണുന്ന പോലെ തന്നെ കഴിക്കാൻ